ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ചോക്ലേറ്റിൻ്റെ കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ. അതിനായി ഒരു മിക്സിയുടെ ജാറിലിട്ട് 4 മുട്ട, 1.5 കപ്പ് ഷുഗർ, പഞ്ചസാര ഇടുക. ഷുഗർ ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം. 1.5 കപ്പ് ഓയിൽ, അതുപോലെ നോർമൽ ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് പാലും ചോക്ലേറ്റ് പൗഡർ 1/2 കപ്പും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു 2 കപ്പ് മൈദ, പിന്നെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഇതും കൂടെ ആക്കി നന്നായി ബ്ലെൻഡ് ചെയ്യുക. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഈ ടെക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കറിലോട്ടോ അതല്ലെങ്കിൽ ഓവനിലുള്ളവർ ഓവനിലോ 200 ഡിഗ്രി സെൽഷ്യസ് 45 മിനിറ്റ് അത് ബേക്ക് ചെയ്തെടുക്കുക. അതേസമയം നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കണ്ടൻസ് മിൽക്ക്, ഹെവി ക്രീം, അതുപോലെ തന്നെ 1/2 കപ്പ് ചോക്ലേറ്റ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ടെക്സ്ചർ പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പരുവായിട്ട് വരുമ്പോൾ ഒരു 250 ഗ്രാം ചോക്ലേറ്റ് കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് നന്നായി അതിൽ മിക്സ് ചെയ്ത് എടുക്കുക. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു ബൗളിൽ ഇറച്ച് നല്ല ടാപ്പ് ചെയ്തിട്ട് സെല്ലാജിലോ എങ്ങനെ വെച്ചാൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതേ സമയം നമ്മളൊരു പാൻ എടുത്തിട്ട് 1 കപ്പ് വാട്ടർ, അതായത് 1.5 കപ്പ് വാട്ടർ, അതിലേക്ക് 1/2 കപ്പ് ഷുഗറും ചോക്ലേറ്റ് പൗഡർ 2 ടേബിൾ സ്പൂണും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ മിക്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അതേസമയം നമ്മൾ ബേക്ക് ചെയ്ത കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് 2 പീസായി മുറിക്കുക. എന്നിട്ട് മറ്റൊരു ബൗളിലോട്ട് കേക്ക് സെറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ലെയർ വെക്കുക. അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, നമ്മളുണ്ടാക്കി വെച്ച സിറപ്പ് ഉണ്ടായല്ലോ അതിൻ്റെ മേലെ നമ്മളുണ്ടാക്കിയ ചോക്ലേറ്റിൻ്റെ ഗണേഷും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. അത് നന്നായി ഒന്ന് ലെവലാക്കിയിട്ട് അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, സെക്കൻഡ് ലെയർ വെക്കുക. ആ സെക്കൻഡ് ലെയറും അതേപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിക്കുക. അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗണേഷിൻ്റെ ആ ക്രീമും കൂടെ ആ ടെക്സ്ചറും കൂടെ ഒന്ന് വെച്ച് നന്നായി ലെവൽ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു റാപ്പ്, ഒരു നീളത്തില്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ചെയ്യുമ്പോൾ ഒരു പാത്രത്തിലാക്കിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സെല്ലാജിൽ തണുപ്പിക്കാൻ വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനാകുമ്പോൾ അതിന്മേൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. ഇനി കട്ട് ചെയ്തിട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ അതേ സമയം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.